നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങളും ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചി വീട്ടിലേക്ക് വരുവാണ്. അത് ചന്ദ്രമതിക്ക് ഒട്ടും പിടിച്ചില്ല. കാരണം രേവതിയുടെ സഹോദരനാണല്ലോ തന്റെ ഭാഗം മോഷ്ടിച്ച് തന്റെ നിന്ന് പണം കവർന്നെടുത്തെ. അങ്ങനെയുള്ള ഒരുത്തിയെ ഈ വീട്ടിലേക്ക് ഒരിക്കലും കൂട്ടിക്കൊണ്ട് വരണ്ട എന്നൊരു ചിന്താഗതിയായിരുന്നു ചന്ദ്രയ്ക്ക്. അങ്ങനെ രാവിലെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് ഒട്ടും സഹിച്ചില്ല. അതിന്റെ പേരില് കുറെ ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി. ഇവളെയും പൊക്കിപ്പിടിച്ച് എന്തിനാടാ നീ ഇങ്ങോട്ടേക്ക് വന്നേ? നിനക്ക് നാണമുണ്ടോടാ? ഇവളുടെ സഹോദരന് അവൻ ചെയ്ത കുറ്റം അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമൊന്നുമില്ല. അവൻ എന്താ ചെയ്തേ? ഇവളും അവനും ഇവളുടെ അമ്മ എല്ലാരും കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാ. എന്നിട്ടോ ആ വീട്ടിൽ നിന്ന് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വല്ല നിന്നോട് ഞാൻ പറഞ്ഞല്ല എന്നൊക്കെ ചോദിച്ചു. സച്ചി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് രേവതി കൂട്ടിക്കൊണ്ട് വരാതിരിക്കാൻ പറ്റില്ല. ഇവളെന്റെ ഭാര്യ, അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുവാണ്. ചന്ദ്രമതിക്ക് ഒട്ടും പിടിച്ചില്ല. പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു, രവിയേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ പറഞ്ഞു വിട്ടണം എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനോട് ദേഷ്യപ്പെടുവാണ്. രവീന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. എന്തും മിണ്ടാനാ? പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അറിയാൻ ചന്ദ്രമതിയോട്. കാരണം ശരത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരത്ത് തെറ്റ് ചെയ്തോണ്ട് അറിയാവുന്നതുകൊണ്ട് രവീന്ദ്രനൊന്നും പറയാനും പറ്റില്ല. രേവതിയെ സപ്പോർട്ട് ചെയ്യാന്ന് പറയാനും പറ്റില്ല. അതേ സമയത്താണ് രണ്ട് പോലീസുകാരെ അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ അവര് വന്നു കഴിഞ്ഞിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു, അല്ല നിങ്ങൾക്ക് പരാതി ഇല്ലെങ്കിൽ അത് എഴുതി തരണമെന്ന് പറഞ്ഞു. പരാതി ഇല്ലെന്ന് ആര് പറഞ്ഞു? അല്ല ഇയാള്. അപ്പൊ സച്ചിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇയാള് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുടുംബ പ്രശ്നത്തിന്റെ പേരില്ല, പരാതി ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ആര് പറഞ്ഞു? ഞങ്ങക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല അമ്മേന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, അതെ ഞങ്ങക്ക് പരാതിയുണ്ട്, ഞങ്ങൾ പരാതി എഴുതൂന്ന് പറഞ്ഞു. ഞങ്ങക്ക് എന്താണെങ്കിലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ആ സമയം പോലീസുകാരൻ സച്ചി വിളിച്ചു, അല്ല നിങ്ങളല്ലേ വന്നിട്ട് പറഞ്ഞത് പരാതിയൊന്നും ഇല്ല ഞങ്ങക്ക്, കാരണം പണമൊക്കെ തിരിച്ചു കൊടുത്തെന്നൊക്കെ. അതൊക്കെ ശരിയാ സാറേ, ഇത് അമ്മ ദേഷ്യത്തിന് പുറത്ത് പറയുന്ന, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാറേ? ഇതങ്ങനെ വെറുതെ കുടുംബ പ്രശ്നമൊന്നും അല്ല. ഇവളുടെ വീട്ടുകാരും മുമ്പേ തന്നെ പ്രശ്നക്കാരാ. അവൻ മുമ്പ് ഈ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടോ? അതെ, അവൻ പണ്ടേ ഇത്തരക്കാരനാ. അവന് ഈ മോഷണ ശ്രമം ഉള്ളതാ. അവൻ്റെ കൊടും ക്രിമിനലായിട്ട് മാറും അവനെ വിട്ടിട്ടുണ്ടെങ്കിൽ. ഒരു കാരണവശാലും അങ്ങനെ വിടല്ല സാറേ, എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി ചന്ദ്രയുടെ കയ്യെക്കാലെ പിടിക്കുകയാണ്. അമ്മേ അങ്ങനൊന്നും പറയരുതമ്മേ, അവന്റെ ഭാവിയെ കരുതിയിട്ട് ഇനി അവൻ അങ്ങനെ തെറ്റും ചെയ്യത്തില്ല. അപ്പോഴത്തെ ദേഷ്യം കൊണ്ടാന്ന് പറഞ്ഞു. ചന്ദ്രമതി സമ്മതിച്ചില്ല. പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് നിന്ന് രവീന്ദ്രന്റെ കയ്യിലും കാലിലും പിടിക്കുന്നുണ്ട്. അച്ഛ ഒന്നും പറയച്ച. രവീന്ദ്രൻ പറഞ്ഞു, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടണം എന്ന് പറഞ്ഞു. ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു കൈമലർത്തുക. അപ്പോഴേക്കും ശ്രുതിയിലൊക്കെ അടുത്ത് എന്നിട്ട് രേവതി പറഞ്ഞു, ഒന്ന് പറ അമ്മയോട്. ശ്രുതി പറഞ്ഞു, എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഭാഗല്ലേ അടിച്ചുകൊണ്ട് പോയത്, അതിനകത്തെ പണം. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അവൻ പിടിച്ച് തള്ളിയിട്ട് കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ ആരും മറുപടി പറഞ്ഞാനെന്നൊക്കെ പറഞ്ഞു. എല്ലാരും കൂടെ വളഞ്ഞു കൂടിയിട്ട് സച്ചിൻ രേവതിയെ ആക്രമിക്കുകയാണ്. ആ സമയം വർഷ പറഞ്ഞു, ഇതിനെന്താണെങ്കിലും ശരത്തിനോടൊപ്പം നിൽക്കാൻ പറ്റില്ല രേവതിയേച്ചി ഞങ്ങൾക്ക്, കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം, അമ്മ കംപ്ലൈന്റ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയം സച്ചി പറഞ്ഞു, അതെ സാറേ, അവൻ പണമൊക്കെ തിരിച്ചു കൊടുത്താണ്. പിന്നെ അവൻ കോളേജിൽ പഠിക്കുന്ന പയ്യനാ, അവന്റെ ഭാവി നശിച്ചു പോകും. പോലീസും കോടതിയും ജയിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാവി നശിച്ചു പോകുമെന്ന് പറഞ്ഞു. അതെ, നിങ്ങളുടെ അമ്മ പരാതി എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കുടുംബത്തിൽ നിന്ന് പരാതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങള് വെറുതെ ഇരുന്നേ. പക്ഷേങ്കിൽ പരാതി എന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മുകളിൽ നല്ല പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞു. ചന്ദ്രമതിയോട് ഒന്ന് സച്ചി പറയുന്നുണ്ട്, അമ്മേ വെറുതെ വിടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി സംഭവിച്ചില്ല. ഒടുവിൽ പരാതി എഴുതുവാണ്. രേവതിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമായിപ്പോയി. അങ്ങനെ പരാതിയൊക്കെ എഴുതി ഒപ്പിട്ടു വാങ്ങിച്ചിട്ട് പോലീസുകാരും കൂടെ പോകുന്നേ. രേവതി സച്ചി വല്ലാതിരിക്കുക. ഒടുവിൽ സച്ചി രേവതിയോട് പറഞ്ഞു, നീ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ചന്ദ്ര സമ്മതിച്ചില്ല. ചന്ദ്ര പറഞ്ഞു, ഇവളെ എങ്ങോട്ടാ പോകുന്നേ? ഇവള് ഈ വീട്ടിൽ വേണ്ട, ആ കുടുംബത്തിലല്ലേ ഇവളും, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നേ? സച്ചി പറഞ്ഞു, ഞാൻ എവിടെ ഉണ്ടെങ്കിൽ അവിടെ അവളുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. ഈ വീട്ടിൽ ഇവളുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സച്ചി പറഞ്ഞു, അമ്മ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഞാനുള്ളത് തന്നെയാടാ പറഞ്ഞേ. പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു,
ഇവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്, അല്ല ഞാൻ ഇവിടെ നിൽക്കില്ല, ഇപ്പൊ തന്നെ പോന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, അവള് തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്ത് ശരത്താണ്. ശരത്ത് തെറ്റ് ചെയ്തതിന് നീ പരാതി എഴുതി കൊടുത്തല്ലോ. പക്ഷെ അതിന്റെ പേര് രേവതിയെ ശിക്ഷിക്കേണ്ട കാര്യമില്ല. രേവതിയോട് ഈ വീട് വിട്ടു പോകാൻ പറയാൻ നിനക്ക് അധികാര അവകാശമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഓ 10-30 വർഷക്കാലമായി നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എന്നെക്കാളും വലുത് ഇവളല്ലേ, ഇന്നലെ വന്നു കയറിയത് ഇവളല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, പോവാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോയി ഒരു ബാഗൊക്കെ എടുത്തോണ്ട് വന്നു. ആ ബാഗിനകത്ത് കുറെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രുതി എല്ലാം തടയണം, അമ്മ പോകലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വലിയ ധാഷ്ട്യം കാണിച്ചു. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോവുക, ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇറങ്ങിപ്പോയി. രവീന്ദ്രൻ തടയാനും പോയില്ല. പിന്നീട് ചന്ദ്രമതി നേരെ ഭാമയുടെ അടുത്തേക്കേ ചെല്ലുന്നേ. ഭാമയുടെ അടുത്ത് എന്നിട്ട് ഭാമയോട് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, നീ കാണിച്ച ബുദ്ധിമോശമല്ലേ, ഇന്നത്തെ കാലത്ത് രേവതിയെ പോലൊരു പെങ്കുച്ചിനെ എവിടെ കിട്ടും, അവളൊരു പാവ, അവളൊരു തെറ്റും ചെയ്തിട്ടില്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ച് ചാടി പോന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് തൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ എന്താ, ഞാൻ അവളെ കയ്യിലിട്ട് പൂവിട്ട് പൂജിക്കണോന്നൊക്കെ ചോദിച്ചു. എന്നാലും അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭാമ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഓ, ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നാൽ തെറ്റായതല്ലേ, എങ്കിൽ ഞാൻ പോയേക്കാന്ന് പറഞ്ഞ് ഇറങ്ങുക. ഭാമ പറഞ്ഞു, നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞില്ലല്ലോ. അല്ല, നീ ഇത് എങ്ങോട്ട് പോകാനോ ഉദ്ദേശിച്ചിരിക്കുന്നേ? ഓ, എനിക്ക് പോകാനാണ് ഇടവില്ലാത്ത, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞു. തൽക്കാലത്തേക്ക് നീ ഒരിടത്തേക്കും പോണ്ട, ഇവിടെ നിൽക്കുക, നമുക്ക് കാര്യത്തിലൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ചന്ദ്രയെ അവിടെ പിടിച്ചിരുത്തുവാണ്. ആ സമയം രേവതിക്ക് ഭയങ്കര വിഷമ, രേവതി കിടന്ന് കരയുവാണ്. സച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നീ വിഷമിക്കാതിരിക്കുക, സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് മുമ്പ് പറയാതിരുന്നതിന്റെ കാരണം നിനക്കറിയാലോ. നീ അറിഞ്ഞിട്ടുണ്ടേ വിഷമിക്കും, നിനക്ക് ഇതുപോലെ വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ഓർത്തിട്ട് മാത്രമാന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം മഹിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, വർഷയുടെ അമ്മ. മഹിമ വന്നിട്ട് രവീന്ദ്രനോട് ചോദിച്ചു, അല്ല എന്തേ വർഷ എന്തിയെ? വർഷ അകത്തുണ്ടെന്ന് പറഞ്ഞു. അല്ല, ചന്ദ്രനെ കാണാനില്ലോ, ചന്ദ്രൻ എന്തിയെന്ന് ചോദിച്ചു. അവള് ഭാമയുടെ വീട്ടിലാന്ന് പറഞ്ഞു. ആ, എപ്പോ വരും അതറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്രുതിയുടെ വരവ്. ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് മഹിമയോട് ചോദിച്ചു, അല്ല ആന്റി എപ്പോഴാ വന്നേന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ വന്നോളൂ, പിന്നെ ചന്ദ്രയും കൂടെ ഒന്ന് കാണാൻ വേണ്ടി വന്ന, ഭാമയുടെ വീട്ടിൽ പോയിരിക്കുമെന്ന് പറഞ്ഞു. ഓ, അതിനി എപ്പോ വരുമെന്ന് അറിയില്ല. അതെന്താ? അമ്മ ദേഷ്യത്തിലാ പോയേക്കെന്ന് പറഞ്ഞു. പിന്നീട് ശ്രുതി മൊത്തം അങ്ങോട്ട് വിളമ്പുവാണ്. ശരത്തിനെ പോലീസ് പിടിക്കാൻ ഒരുങ്ങിയതും കാര്യങ്ങളും എല്ലാം പറയണം. ശരത്ത് ഇപ്പൊ മുങ്ങി നടക്കുവാണ്, അമ്മയുടെ പണം അടങ്ങിയ ഭാഗം മോഷ്ടിച്ചു, എല്ലാ കാര്യങ്ങളും പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മഹിമ, ദൈവമേ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായോ, ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോ എല്ലാവർക്കും നാണക്കേടാണല്ലോ, എനിക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? കാരണം പക്ഷെ ഈ വീട്ടിലേക്കല്ലേ കെട്ടിച്ചു വിട്ടിരിക്കുന്നേ, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഷോ കാണിക്കുകയാണ്. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നേ. സച്ചിക്ക് സഹിച്ചില്ല, രേവതിയാണ് ആകെപ്പാടെ വിഷമിച്ചിക്കുക. സുധിയും ചേർന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിലും അവൻ കാരണം ഇപ്പൊ മനുഷ്യന് ഷോറൂമിൽ പോലും ഇരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാ, അല്ല ഷോപ്പിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഒരാൾക്കാരുടെ ഇത് മുഖത്ത് നോക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു, നീ കൂടുതൽ ആളാവൊന്നും വേണ്ട, നീ എന്താ ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, നീ അവിടെ മിണ്ടാതിരുന്നാ മതി എന്നൊക്കെ പറഞ്ഞു. ഒടുവില് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളെ വീട്ടിലേക്ക് ഞങ്ങൾ ആരും വരുന്നൊന്നുമില്ലോ, പിന്നെ ചോദിക്കുന്നവരോട് നിങ്ങൾ അങ്ങോട്ട് മറുപടി പറഞ്ഞാൽ മതി, ഇത്രമാത്രം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം രേവതി സങ്കടപ്പെടുന്ന കാണുമ്പോൾ സച്ചിക്ക് സഹിച്ചില്ല, വല്ലാത്തൊരു വിഷമമായിരുന്നു. പിന്നീട് വർഷയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ അകത്തേക്ക് കയറിപ്പോയി. കാരണം രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ വർഷയെ കാണാൻ വന്നാണെങ്കിൽ വർഷയെ കണ്ടിട്ട് പോയാൽ മതി, കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വർഷയെ കണ്ടിട്ട് വർഷയോട് ശ്രീകാന്തനോടും പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പോരെ, ഇനി ഈ വീട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, അതെന്താ, ഇവിടെ നിന്നിട്ട് നാണക്കേടാ, വീട്ടിൽ വന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ശ്രീകാന്ത് പറഞ്ഞു, എന്താണ് ഈ വീട് വിട്ടിറങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, കുടുംബാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അതിന്റെ ഇടയ്ക്കിലേക്ക് വന്ന് വേറെ ആരും തലയിടേണ്ട കാര്യമില്ല, അത് ശരിയായ കാര്യമില്ല എന്ന് പറഞ്ഞു. വർഷയും പറഞ്ഞു, അതേ അമ്മേ, അമ്മയ്ക്ക് ഇപ്പൊ ഈ പ്രശ്നം വലുതാക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടുത്തെ പ്രശ്നം ഇവിടെ കൊണ്ട് തീർന്നോളും, അതിന് അമ്മ അതിന്റെ ഇടയ്ക്കിലേക്ക് കയറി പുതിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും മഹിമയ്ക്ക് വന്ന കാര്യം നടപ്പാക്കാൻ പറ്റിയില്ല. ഈ ഒരു ഗ്യാപ്പില് വർഷനെ ശ്രീകാന്തിനെ വീട്ടിൽ നിന്ന് കൊണ്ടാന്ന് ഓർത്തിരുന്ന, പക്ഷെ അത് നടന്നില്ല. പിന്നീട് രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിക്കുന്നുണ്ട്. ദേവു വിളിച്ചിട്ട് പറഞ്ഞു, അതെ, എന്നെ അമ്മയും കൂടെ പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നേക്കുവാന്ന് പറഞ്ഞു. എന്തിന് അറിയില്ല, അവനെ കാണുന്നില്ല, ശരത്തിനെ പിടികിട്ടാത്തോണ്ടാന്നേന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചിയോട് പോയി രേവതി കാര്യങ്ങൾ പറഞ്ഞു. സച്ചിയും രേവതിയും കൂടെ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ ആകെപ്പാടെ കരഞ്ഞു വിളിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ദേവു ആ കാര്യം പറയുന്നേ, പോലീസ് വന്ന് കൂട്ടിക്കൊണ്ട് വന്നാ
അവനെ എത്രയും പെട്ടെന്ന് കൈ കിട്ടണം പോലും, അതുകൊണ്ടാന്ന് പറഞ്ഞു. ആ സമയം സച്ചി പിന്നീട് അവിടെയുള്ള പോലീസുകാരൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട് എസ് ഐയോട്. എസ് ഐ പറഞ്ഞു, അവനെ കിട്ടാതെ ഞങ്ങള് ഇവരെ വിടത്തില്ല. ഇവനിവിടെ ഉണ്ടെങ്കിൽ അവന് വരാതിരിക്കാൻ പറ്റില്ല. സച്ചി പറഞ്ഞു, സാറേ ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ സമ്മതിച്ചില്ല. ഒടുവിൽ സച്ചിനെ അറിയാവുന്നൊരു പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങളൊരു വക്കീലിനെ പോയി കാണണമെന്ന് പറഞ്ഞു. പക്ഷെ ഇനി ഈ സമയത്ത് എങ്ങനെ പോയി വക്കീലിനെ കാണാനാ, രാത്രി ആയല്ലോ. ഒടുവിൽ സച്ചി പറഞ്ഞു, അല്ല ഇവരെ ഒന്ന് വീട്ടിലേക്ക് വിടുവാണെങ്കിൽ സാറിനോട് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഒടുവിൽ എസ് ഐയുടെ കയ്യെ കാലെ പിടിച്ചെന്നവണ്ണം ദേവു ലക്ഷ്മിയമ്മയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിൻ രേവതിയൊക്കെ. ഒടുവിൽ അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കറിയാം അവൻ എവിടെയാന്നുള്ളത്. ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങളെ വിടാം, പക്ഷെ നാളെ അവൻ വന്നില്ലെങ്കിൽ നാളെ നിങ്ങളെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോരുമെന്ന് പറഞ്ഞു. ഒടുവിൽ അങ്ങനെ ലക്ഷ്മി അമ്മനും ദേവുവിനും പറഞ്ഞു വിട്ടു. സച്ചി പിന്നീട് വക്കീലിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ വക്കീലിനെ കാണാൻ ചെന്ന് വക്കീലിനോട് സച്ചി സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് വക്കീലൊരു കാര്യം പറഞ്ഞു, ഇനിയിപ്പം നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ, ഈ കേസില്ലാന്ന് അവരെഴുതി തരണം. നിങ്ങളുടെ അമ്മ അങ്ങനെ എഴുതി തരുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒഴിവായി കിട്ടും ശരത്തിന്. അല്ലെങ്കിൽ കാരണം ശരത്തിനെയും ജയിലിലേക്ക് വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ശരത്ത് കോളേജിൽ പഠിക്കുക, അങ്ങനെ ഒരു മനസാക്ഷിയൊന്നും കൊടുക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. രേവതിക്ക് മനസ്സിലായി, പക്ഷെ അമ്മ അതിന് സമ്മതിക്കില്ല എന്ന്. അമ്മ ഒരു കാരണവശാൽ സമ്മതിക്കില്ല. അമ്മയ്ക്ക് ശരത്തിനോട് ദേഷ്യം, അതുകൊണ്ടാണല്ലോ പരാതി എഴുതി കൊടുത്തേ. സച്ചി രേവതിയെ ആശ്വസിപ്പിച്ചു, എങ്ങനെയാണെങ്കിലും കയ്യെ കാലേ വീണിട്ടാണെങ്കിലും ശരി, അമ്മയെ കൊണ്ട് പരാതിയില്ലെന്ന് എഴുതി വാങ്ങിപ്പിക്കാന്നൊക്കെ. എങ്ങനെയെങ്കിലും ആ കാര്യം ഒന്ന് നടന്നു കിട്ടിയാൽ മതി എന്ന് മാത്രമുള്ളായിരുന്നു രേവതിക്ക്. ഈ സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് ആന്റണി വിളിക്കുകയാണ്, അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതിയും മീരയും കൂടെ ആന്റണിയുടെ ഓഫീസിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആന്റണി പറഞ്ഞു, അവനുണ്ടല്ലോ ആ നവീന്, അവനെ ഞങ്ങൾ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലോ? അതെ. അങ്ങനെ അകത്തെ മുറിയിലേക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ദേഹത്തൊക്കെ മൊത്തം പാടുകളാണ്, ഇടി കൊടുത്തതിൻ്റെ പാടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാരണം ചുമന്നിർത്ത് കിടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ശ്രുതി പറഞ്ഞു, നിങ്ങൾ എന്താ കാണിച്ചേ, ഇത്രയൊക്കെ ഇടി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചതച്ചോളൂ, പക്ഷെ ഇവൻ ഇങ്ങനെയായി, എത്രയും പെട്ടെന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടായില്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഇവന് തട്ടിപ്പോന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. ഏയ് ഞങ്ങൾ കൊണ്ടുപോകത്തില്ല, ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങളെ പോലീസ് പിടിച്ച് അകത്തുള്ളൂന്ന് പറഞ്ഞു. അല്ല ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങൾ വേണേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോകാനാ, അപ്പൊ എന്നെ പോലീസ് പിടിക്കില്ലേന്ന് ചോദിച്ചു. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം, എനിക്കിനി അതൊന്നും പറ്റില്ല എന്ന് ആന്റണി പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പെട്ടു. കാരണം ശ്രുതിയുടെ എല്ലാ പ്രതീക്ഷയും തകർന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ചിന്തയാണ് ശ്രുതിയുടെ മനസ്സിൽ. ആ സമയത്ത് അവൻ പറഞ്ഞില്ലെങ്കിൽ ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ പേരിൽ ഞാൻ പരാതി പറയും, നിങ്ങൾ കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന്. ദൈവമേ, താൻ ജയിലിലേക്ക് പോകേണ്ട വരുമെന്നൊരു ചിന്ത ശ്രുതിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും മേരി വെച്ച്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ആരെയും ഏൽപ്പിച്ച് വിടാം, പക്ഷെ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും, 1-2 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പൈസയൊന്നും ഇല്ലാന്ന് മീരയും പറഞ്ഞു. അങ്ങനെയാണൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്തോളാൻ പറഞ്ഞു. ഒടുവിൽ ശ്രുതി പറഞ്ഞു, ഇപ്പൊ പൈസ എൻ്റെ കയ്യിലില്ല, നിങ്ങളുടെ പൈസ ഉണ്ടല്ലോ നിങ്ങളെടുത്ത് കൊടുക്ക്, ഞാൻ നിനക്ക് തരാന്നൊക്കെ പറയണ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. പക്ഷേങ്കിൽ ഇതൊക്കെ ഒരു നമ്പരായിരുന്നു, നവീൻ്റെ ആന്റണിയുടെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രുതിയുടെ കയ്യിൽ നിന്ന്. പിന്നീട് ആന്റണി നവീൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഓക്സിജൻ മാസ്ക് ഇതൊക്കെ മാറ്റുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? കൊള്ളാം. നവീൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവളുടെ പൈസ കാണുമെന്ന്, അവളുടെ ഇഷ്ടം പോലെ പൈസയുണ്ട്, അത് നമുക്ക് അടിച്ചു മാറ്റാന്ന് പറഞ്ഞു. എന്നാൽ ശരി, എനിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആന്റണി പറഞ്ഞു, ഇപ്പൊ പോണ്ട, അവിടെ വെച്ച് നമുക്കൊരു കളി കളിക്കാം, അവളുടെ നിന്ന് കുറെ പണം നമുക്ക് അടിച്ചു മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതിക്കിട്ടുള്ള പണിയാണ് കിട്ടാനായിട്ട് പോകുന്നത്. ശ്രുതി പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു പണി ആന്റണിയും നവീനും കൂടെ ചേർന്ന് ശ്രുതിക്കിട്ട് കൊടുക്കുമെന്ന്. ഇനി എന്താണെങ്കിലും ഒടുവിൽ ശരത്തിനെ രക്ഷപ്പെടുത്തുന്നുണ്ട് സച്ചി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.